ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് വരാന്നൊക്കെ പറയുമ്പോൾ ചിലവർക്ക് ഭയങ്കര അലർജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ വലിയ പ്രശ്നക്കാർക്കുള്ളതാണ്, കല്യാണം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പ്രശ്നത്തിക്കാണോ പോണത്, പ്രശ്നത്തിക്ക് പോണവർക്കുള്ളതല്ലേ കൗൺസിലിംഗ് എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര അലർജിയുള്ള ഒരു സൊസൈറ്റിയിലാണ് ഞാൻ അടക്കം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ മാറി വരുന്നു എന്നുണ്ടെങ്കിലും മെജോറിറ്റി ഇപ്പോഴും ആ വെള്ളത്തിൽ തന്നെ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് മുമ്പിൽ വന്നൊരു ക്ലൈന്റിന്റെ സ്റ്റോറി പറയാട്ടോ. വളരെ സിമ്പിൾ ആണ്. കല്യാണത്തിന് മുമ്പ് ഒരു കൗൺസിലിങ്ങിന് പോവാം എന്നുള്ള ഒരു സംഭവമൊക്കെ വന്ന സമയത്ത് ഫാമിലിന്ന് ഭയങ്കര റിജക്ട്, അതൊന്നും പോകാൻ പാടില്ല, കാരണം പെൺകുട്ടീനൊക്കെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നാട്ടുകാരുടെ മുമ്പിൽ നടക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ളത്. സംഭവം നിക്കാഹ് ഉറപ്പിച്ച് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കല്യാണത്തിനുള്ള ലെറ്റർ വരെ അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ അവര് അത് ഒഴിവാക്കാൻ വേണ്ടി വെച്ചത്. എന്താണ് നമ്മളെ പാർട്ട്ണർ, ലൈക്ക് ആ പാർട്ട്ണറുടെ ഒരു കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, എന്റെ കൂടെ ജീവിക്കാൻ വരുന്ന പെൺകുട്ടിയുടെ കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പുരുഷന്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അവർ ജീവിച്ചു വന്ന സാഹചര്യം എന്താണ്, ഈ പറഞ്ഞ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് ജസ്റ്റ് ഒരു കഫേയിൽ പോയി ഡേറ്റിംഗ് നടത്തിക്കൊണ്ട് മാത്രം നിങ്ങൾക്ക് ലൈഫ് സെറ്റ് ആവുമൊന്നുമില്ല. ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് പുരോഗമിച്ചിട്ട് പാരന്റ്സിന്റെ മുൻകൈ എടുത്തിട്ട് അവരെ കുറച്ചും കൂടി സെറ്റ് ആവാൻ വേണ്ടി സംസാരിപ്പിക്കാനൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും 2026 ആണ്. എന്റെ മുമ്പിൽ വരുന്ന ആളുകളെ തന്നെ എനിക്കറിയാം, അവരുടെ ലൈഫിന്റെ 99% അവർ ഹൈഡ് ചെയ്തിട്ട് ആ 1% പുഞ്ചിരിയോട്ടാണ് പല ആളുകൾ, എല്ലാവരും അല്ല കേട്ടോ, പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പുതിയ ലൈഫാണ്, പുതിയ കാലത്തെ മക്കളാണ്, പുതിയ ചിന്തകളാണ്. ഒന്ന് സെറ്റ് ആവണം എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞു കൗൺസിലിങ്ങിനെങ്കിലും, കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ തെറ്റുകാരെ നന്നാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് എന്റെ പാർട്ട്ണർ എന്നുള്ള അവയർനെസ് എങ്കിലും തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കല്ല് അടിക്കാതെ നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.